iFlow Honey Magic Oven powered by Tasty Nibblesലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ വിഭവങ്ങൾ തേടി പോകുമ്പോഴും നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തും. അതായത് നമ്മുടെ നാടൻ വിഭവങ്ങളിലേക്ക് തന്നെ നമ്മൾ എത്താറുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് പൊതുവെ പല വിഭവങ്ങളും സ്വാദ് നോക്കാൻ ഇഷ്ടമായിരിക്കാം, ഒരു പ്രാവശ്യമെങ്കിലും പരീക്ഷിക്കാൻ ഇഷ്ടമുണ്ടായിരിക്കാം. എങ്കിലും ആവർത്തിച്ച് ഉണ്ടാക്കാൻ കൂടുതൽ താല്പര്യം നമ്മുടെ നാടൻ വിഭവങ്ങൾ തന്നെയാണ്. എപ്പോഴും ഒരു നാടൻ ടച്ച് അല്ലെങ്കിൽ നാടിനെ ഓർമ്മിപ്പിക്കുന്ന സ്വാദ് നമ്മളെ ഒരുപാട് ആകർഷിക്കും. അതുകൊണ്ട് തന്നെ മാജിക് അവൻ ഒരുപാട് നാടൻ വിഭവങ്ങൾ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇന്നും നമ്മളൊരു നാടൻ വിഭവത്തിലേക്ക് പോവുകയാണ്. ഇത് കാരണം പ്രേക്ഷകർക്ക് നാടൻ വിഭവങ്ങൾ വല്ലാതെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോഴിയുടെ കാര്യത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ചിക്കൻ അല്ലെങ്കിൽ കോഴി കൊണ്ടുള്ളൊരു വിഭവമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴി എന്ന് പറയുമ്പോൾ കോഴി പല രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമുക്ക് അതിശയകരമായി തോന്നാം. കാരണം കോഴി തന്നെ അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ഒരു പ്രധാന ചേരുവ. കോഴി കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ തയ്യാറാക്കാം. ഒരു പക്ഷേ ചേരുവകൾ കോമൺ ആയിരിക്കും, അല്ലെങ്കിൽ സാധാരണയായിട്ട് നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും. ഇഞ്ചി ഉണ്ടാകും, വെളുത്തുള്ളി ഉണ്ടാകും, മുളക് കാണും, മുളക് പൊടി, മല്ലിപ്പൊടി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകാം. എങ്കിലും ചില കോമ്പിനേഷൻസിൻ്റെ മാറ്റം വരുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിലും ആ ഒരു വിഭവം വ്യത്യസ്തമായ രുചിയോടുകൂടി ഉള്ളൊരു പുതിയ വിഭവമായി മാറുന്നു. അപ്പോൾ ഒരേ ചേരുവകൾ തന്നെ വേറെ വേറെ കോമ്പിനേഷൻസിൽ അല്ലെങ്കിൽ ചെറിയ മാറ്റത്തോടു കൂടി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നമ്മൾ ചെയ്തു നോക്കുമ്പോൾ അതൊരു പുതിയ വിഭവമായി മാറുന്നു. എങ്കിലും നാടൻ്റെ കാര്യത്തിൽ നമ്മൾ സ്വാദ് എപ്പോഴും മുൻപന്തിയിൽ, നമ്മൾ ആ നാടൻ വിഭവത്തിൻ്റെ ആ ഒരു തനതായ രീതികൾ മാറ്റാനും പാടില്ല. അപ്പോൾ അതിനെ ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ ഓരോ വിഭവവും തയ്യാറാക്കണം. അപ്പോൾ നമ്മളിന്ന് കോഴി കൊണ്ട് എന്താ തയ്യാറാക്കാൻ പോകുന്നത്? കോഴി കൊണ്ട് നമ്മളൊരു തീയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വിഭവം കോഴി തീയൽ. ഈ നാടൻ വിഭവം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കോഴി തീയൽ ചേരുവകൾ: കോഴി ഒരു ഇടത്തരം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, സവാള ഒരു വലുത് നീളത്തിലുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, ചെറിയ ഉള്ളി 20 എണ്ണം 2-3 കഷ്ണങ്ങളായി ഓരോന്നും മുറിച്ചത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ 2 വലുത് ചതുര കഷ്ണങ്ങളായി മുറിച്ചത്, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, പെരിഞ്ചീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, പച്ചമുളക് 4 എണ്ണം 2ആയി പിളർന്നത്, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇനി അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങാ ചിരകിയത് 1/2 കപ്പ്, ഇഞ്ചി ഒരു വലിയ ചതുര കഷ്ണം വട്ടത്തിനുള്ള കഷ്ണങ്ങളായി മുറിച്ചത്, വെളുത്തുള്ളി 6 വലിയ അല്ലി നീളത്തിൽ മുറിച്ചത്, കുരുമുളക് 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചെറിയ ഉള്ളി 12 എണ്ണം നീളത്തിലരിഞ്ഞത്. ഇനി താളിക്കാൻ വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1 ടീസ്പൂൺ, വറ്റൽമുളക് 4-5, ചെറിയ ഉള്ളി 6 എണ്ണം കനം കുറച്ച് നീളത്തിലരിഞ്ഞത്, കറിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ കോഴി തീയൽ തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഇതൊരു 2 സ്റ്റേജസ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. 2 ഘട്ടങ്ങളിലായിട്ടാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഒന്ന്, ആദ്യം നമ്മൾ കോഴിയെ വേകാനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മസാലയൊക്കെ ചേർത്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ചിക്കൻ, ഒരു കോഴി 1.5 കിലോയുടെ കോഴിയൊക്കെ എടുത്തിട്ട് ഒരു 10-35 പീസായിട്ടൊക്കെ മുറിക്കാം. ഇച്ചിരി വേണമെങ്കിൽ ഇതിലും ചെറുതായിട്ട് മുറിക്കാം. ഇപ്പോൾ ചില്ലി ചിക്കൻ്റെ ആ ഒരു രീതിയിൽ വേണമെങ്കിലും മുറിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 35 പീസായിട്ടൊക്കെ മുറിക്കുക. ചെറിയ പീസ്, ഒരുപാട് വലുതല്ല. ഞാൻ സാധാരണ ഒരു 20 പീസ് അല്ലെങ്കിൽ 25 പീസ്, അതല്ലെങ്കിൽ ചെറുതെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതലും നല്ല ചെറുതെന്ന് പറഞ്ഞാൽ ചില്ലി ചിക്കൻ മാതിരിയുള്ളൊരു പീസ്, അതല്ലാതെ ചെറുതാണെങ്കിൽ ഒരു 35 പീസസ്. ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഒരെണ്ണം ഹാഫ് സ്ലൈസസ് ആയിട്ട് നീളത്തിന് അറിയാം, അല്ലെങ്കിൽ ഒന്ന് കുറുകെ മുറിച്ചിട്ട് സ്ലൈസസ് ആയിട്ട് അല്ലെങ്കിൽ നീളത്തിന് മുറിക്കുക. അപ്പോൾ 1/2 സ്ലൈസായിട്ട് വരും അത്. പിന്നെ ഒരു 10-20 കൊച്ചുള്ളി, ചെറിയ ഉള്ളി ഓരോന്നും 2-3-4 പീസസ് ആയിട്ട് ഉണ്ട പീസായിട്ട് കട്ട് ചെയ്യാം. പിന്നെന്താ വേണ്ടത്? പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം ചേർക്കാം. പിന്നെ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത് പിരിയൻ മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയും അതേ അളവ് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പാകത്തിനുള്ള ഉപ്പ്, ചിക്കനിൽ പിടിക്കാനുള്ള ഉപ്പ് മതി ഇപ്പോൾ. ഇനി കറിവേപ്പില ഫ്രഷ് 2 തണ്ട് ആദ്യമേ ചേർക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് യോജിക്കട്ടെ. ഗരം മസാലപ്പൊടി 1 ടീസ്പൂണാണ് ഞാൻ അളവ് പറഞ്ഞത്. അതിൽ 1/2 ടീസ്പൂൺ നമുക്കിപ്പോൾ ചേർക്കാം. ബാക്കി 1/2 ടീസ്പൂൺ അവസാനം. അപ്പോൾ അതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ കുറച്ച്
ഗരം മസാല പൊടിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പെരുംജീരകം. അപ്പോൾ പെരുംജീരകത്തിൻ്റെ പൊടി ഒരു 1/2 ടീസ്പൂണും കൂടി എക്സ്ട്രാ, അല്ലെങ്കിൽ 1 ടീസ്പൂൺ എക്സ്ട്രാ ചേർത്താലും കുറച്ചുകൂടെ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒരല്പം വെള്ളം. ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും, പക്ഷേ നമുക്ക് കുറച്ച് ചാറ് വേണം. അതുകൊണ്ട് ഏകദേശം ഒരു 2 കപ്പോളം വെള്ളം, 1.5 മുതൽ 2 കപ്പ് വരെ ചേർക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് 2ആയിട്ട് പിളർന്നിട്ട് 2ആയിട്ട് മുറിച്ചതും കൂടി ചേർക്കണം. ചിക്കൻ നന്നായിട്ടൊന്ന് വേകട്ടെ. ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഇതിനകത്ത് കിടന്ന് ഒന്ന് പാകത്തൊന്ന് വെന്ത് കിട്ടണം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പുറത്തെ അടുപ്പിലേക്ക് പാത്രം മാറ്റുന്നു. പാത്രം അടച്ചൊരു സൈഡിൽ ചിക്കൻ വേകട്ടെ. നമുക്ക് ഈ അടുപ്പ് ആവശ്യമുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇപ്പുറത്തെ അടുപ്പിൽ ചെയ്യാം. ഇനി ഇതേ അടുപ്പിൽ തന്നെ മറ്റൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ട് തീയലിന് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിന് 1.5 കപ്പോളം തേങ്ങ ചിരകിയത്, അതിൻ്റെ കൂടെ, അതായത് ഏകദേശം ഒരു ചെറിയ തേങ്ങയുടെ പകുതി, അരമുറി. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കേണ്ടത് ചെറിയ ഉള്ളി ഒരു 10 ഖനം കുറച്ച് നീളത്തിലരിഞ്ഞതും, പിന്നെ വെളുത്തുള്ളി ഒരു 6 വലിയ അല്ലി ഇതുപോലെ ഖനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. അതുപോലെ നമ്മളുടെ ഇഞ്ചി ഒരു വലിയ ചതുര കഷ്ണം എടുത്തിട്ട് ഖനം കുറച്ച് നീളത്തിൽ, അല്ലെങ്കിൽ റൗണ്ട് സ്ലൈസസ് ആയിട്ടോ മുറിക്കുക. എന്നിട്ട് കുരുമുളക്, മുഴുവൻ കുരുമുളക് 1 ടീസ്പൂൺ, ഇത്രയും കാര്യങ്ങൾ ചേർക്കുക. ഇനി നല്ല ചുവക്കെ മൂക്കുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. തീയലിൻ്റെ ഒരു പാകം അതാണ്. നല്ലതായിട്ട് മൊരിഞ്ഞ് വരണം തേങ്ങ. ഇത് നമ്മൾ ഡ്രൈ ഫ്രൈ ആണ്. കാര്യം എണ്ണ എന്തായാലും തേങ്ങയ്ക്കകത്തുണ്ട്, അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്. പക്ഷേ ഒരു പകുതി മുക്കാൽ ഭാഗമായി കഴിയുമ്പോൾ, നന്നായിട്ട് വാടി നിറം മാറാൻ തുടങ്ങുന്ന സമയത്ത് ഒരു അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്താൽ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മൂപ്പിക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ നല്ല കരികരിപ്പായിട്ട് മൂത്ത് വരും. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കും. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇപ്പുറത്തെ അടുപ്പിൽ കിടക്കുന്നുണ്ട്. അതിങ്ങനെ പാകത്തിന് വേകട്ടെ, തേങ്ങ നന്നായിട്ട് മൂത്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് മഷി പോലെ അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളുടെ തേങ്ങയുടെ ഈർപ്പമെല്ലാം മാറി ഉണങ്ങി, ഇപ്പം നിറം മാറി തുടങ്ങുന്നു. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഒരല്പം വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, അത് പെട്ടെന്ന് തന്നെ തേങ്ങ മൂത്ത് കിട്ടാനും സ്വാദ് കൂടാനും സഹായിക്കും. ഇനി അതോടൊപ്പം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്. വീണ്ടും ഒരു 1/4 ടീസ്പൂൺ, 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആകാം മഞ്ഞൾപ്പൊടി തേങ്ങയിലും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂക്കണം. ഇനി പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ ഒരു സൈഡിൽ ചിക്കൻ നല്ല വെന്തുകൊണ്ടിരിക്കുന്നു, തിളയ്ക്കുന്നത് കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ചെറിയ ഉള്ളിയുടെയും പിന്നെന്താ പറയുക, മസാലയുടെയും പച്ചമുളക് ഇതെല്ലാം കൂടി അതിൻ്റെ രുചിയെല്ലാം ഇറങ്ങിയിട്ട് നല്ല മണം. ഒരു സൈഡിൽ അത് നടക്കുന്നു, ഇപ്പുറത്ത് നമ്മുടെ തേങ്ങയും മൂത്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നല്ല പാകത്തിന് ഡാർക്ക് ബ്രൗൺ കളറായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരല്പസമയം തണുക്കാനായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക, പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇച്ചിരി വെള്ളം ചേർത്ത് തന്നെ അരയ്ക്കാം. അങ്ങനെ അരച്ച അരപ്പുമായി ഞാൻ തിരിച്ചു വരും. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനും ഏതാണ്ട് റെഡി ആയിട്ടുണ്ടാകും. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ നമ്മളുടെ അരപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടല്ലോ, ചിക്കൻ ഇങ്ങനെ ഏതാണ്ട് ഓൾമോസ്റ്റ് കുക്ക്ഡാണ്, നന്നായിട്ട് ഏകദേശമൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരച്ച അരപ്പും കൂടി ചേർക്കുന്നു. അപ്പോൾ നമ്മൾ ചിക്കൻ തീയൽ അല്ലെങ്കിൽ കോഴി തീയലാണ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അരപ്പും കൂടി, തീയലിൻ്റെ അരപ്പും കൂടി നമ്മൾ ചേർക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയി കഴിഞ്ഞു, നല്ല കുറുകിയ ചാറ്. ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ ഈ അരപ്പിൽ കിടന്ന് കുറച്ച് നേരം ഒരു 10 മിനിറ്റും കൂടി ഈ കോഴി ഒന്ന് വേകണം. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കിയില്ലെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കണം. നമ്മളിനി ടൊമാറ്റോ, 2 ടൊമാറ്റോ വലിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. അതും ഈ സമയത്ത് തന്നെ ചേർക്കാം. ഇതെല്ലാം കൂടി കിടന്നൊന്ന് വേകട്ടെ. ടൊമാറ്റോയുടെ പുളിയും കൂടി കുറച്ച് ഇറങ്ങിക്കിട്ടും നമ്മളുടെ തീയലിൽ. ടൊമാറ്റോയും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി അതിൻ്റെ പുളി ഒന്ന് ഇറങ്ങും. അരപ്പിൽ, ആ തീയലിൻ്റെ അരപ്പിൽ കിടന്നിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വേവും.
ഇതെല്ലാം കൂടി തിളച്ചൊന്ന് ഒരു 10 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ ഇപ്പം തന്നെ നല്ല മണമാണ്. അപ്പോൾ കുറച്ചുകൂടി മണവും രുചിയൊക്കെ ആയിട്ട് മാറും. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നമ്മളുടെ കോഴിത്തീയൽ ഇങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ടൊമാറ്റോയുടെ പീസസൊക്കെ ഒന്ന് വാടി തുടങ്ങി, കണ്ടല്ലോ, അതൊന്ന് വാടിയാൽ മതി. അപ്പോൾ അതിൻ്റെ പുളി ആവശ്യത്തിന് ഇറങ്ങും. ഇനി ഇതിനകത്തേക്ക് ബാക്കിയിരിക്കുന്ന 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നു. ഇത് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വേണമെങ്കിൽ പെരിഞ്ജീരകം പൊടിച്ചത് പ്രത്യേകിച്ച് അതൊരു 1/2 ടീസ്പൂണും കൂടി ചേർക്കാം. അതും കൂടി ആകുമ്പോൾ കുറച്ച് കറക്റ്റായിട്ടൊരു നല്ലൊരു മസാല മണം കൂടി നമ്മുടെ ഈ കോഴിത്തീയലിന് വരും. നല്ല കുറുകിയ ചാറ്, ആവശ്യത്തിന് ചാറുണ്ട്. പിന്നെ ഇത് ചൂടോടുകൂടി ഇത്രയും ചാറുണ്ട്. ഒന്ന് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകും, ഒന്നുകൂടി ഒന്ന് പിടിക്കും. അന്നേരം ചാറ് കുറച്ചുകൂടി ഒന്ന് കുറയും. എങ്കിലും നിറച്ച് ചാറുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി എന്താ വേണ്ടേ? ഇനി ഇത് ചെറിയ തീയിലേക്ക് മാറ്റുന്നു. തീ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളിപ്പുറത്തെ അടുപ്പ് കത്തിച്ചു കൊടുക്കുന്നു. ഒന്ന് താളിച്ച് കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മൾ താളിക്കുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ആ തേങ്ങ വറുക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഉപയോഗിച്ചു, അത്രേ ഉള്ളൂ. ഇനി ആണ് വെളിച്ചെണ്ണ ശരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. സാധാരണഗതിയിൽ ഒരു ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഒരു ചിക്കൻ മസാലയോ ചിക്കൻ റോസ്റ്റോ ഒക്കെ ഉണ്ടാക്കണ എന്തുമാത്രം എണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇതിന് എണ്ണയുടെ ഉപയോഗം ശരിക്കും പറഞ്ഞാൽ വളരെ 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 കുറവ്. ചൂടായി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കടുക്, ഇനി ചെറിയ ഉള്ളി ഒരു 5 or 6 നീളത്തിന് കനം കുറച്ച്, ഇനി വറ്റൽ മുളക് 3 or 4 നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചേർക്കാം. 5 ആയാലും കുഴപ്പമില്ല, ഞാൻ 5 ചേർക്കാം. ഇനി കറിവേപ്പില. അപ്പോൾ ഉള്ളി നല്ല മൂക്കണം, ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മളിത് നമ്മുടെ കോഴിത്തീയലിലേക്ക് ഒഴിക്കും. അങ്ങനെ നമ്മുടെ കോഴിത്തീയലിന് വേണ്ട താളിക്കലും ഇവിടെ റെഡി. താളിക്കലിൻ്റെ ഒരു മണവും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു ശരിക്കും രുചി നമുക്കറിയാൻ പറ്റുന്നത്. കാര്യം ചെറിയ ഉള്ളി ഇങ്ങനെ എണ്ണയിൽ കടന്ന് വെളിച്ചെണ്ണയിൽ മുക്കുമ്പോൾ അതൊരു പ്രത്യേക മണവും രുചിയുമാണ്. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, നമ്മളിത് വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഞാനൊരു അല്പം താളിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്, അത് നമ്മുടെ അലങ്കാരമാണ്. ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നല്ല സ്വാദിഷ്ടമായ ഒരു കോഴിത്തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് തയ്യാറാക്കി നോക്കൂ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. വളരെ നാടൻ രുചിയുള്ള, നല്ല രുചി മാത്രമല്ല നല്ല മണവും, കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു കോഴി തീയലാണ്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും തയ്യാറാക്കാം, എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീട്ടിലൊരു സ്ഥിരം വിഭവമാക്കി മാറ്റാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത്. എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ നല്ല ചോറിൻ്റെ കൂടെ കഴിക്കാം, നല്ല ചമ്പാവരി ചോറോ നല്ല വെള്ളച്ചോറിൻ്റെ കൂടെയോ, പിന്നെന്താ ദോശ, ഇടിയപ്പം, ആപ്പം, കപ്പ, വേവിച്ച കപ്പ, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ സാധിക്കും. ഒരു നല്ലൊരു കോമ്പിനേഷൻ. ഒന്നും കിട്ടിയില്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം, ഒരു കുഴപ്പമില്ല. നാടനാണെങ്കിലും എന്തിൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന ഒരു കോഴിത്തീയൽ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടം. ഇനി അടുത്തതായി മാജിക് അവൻ്റെ സെക്കൻഡ് റെസിപ്പി ഓഫ് ദ വീക്ക്. ഈ ആഴ്ചത്തെ സെക്കൻഡ് റെസിപ്പി ഒരു മധുരമാണ്. ഇതൊരു സ്പെഷ്യലായിട്ടുള്ളൊരു മധുര വിഭവമാണ്. ഹൽവ ഇഷ്ടമല്ലാത്ത ആരാണ് അല്ലേ? എല്ലാവർക്കും ഇഷ്ടമാണ്. മധുരപ്രിയർക്കല്ല ഹൽവ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്, നാവിൽ കപ്പലോടും. അപ്പോൾ നമുക്കൊരു വെറൈറ്റി ഹൽവ ആയാലോ? എപ്പോഴും പലതരം ഹൽവ നമ്മൾ കഴിക്കാറുണ്ട്, വാങ്ങാറുണ്ട്, ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? നമ്മളിന്നൊരു പുതിയ ഹൽവയാണ്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ന്യൂജൻ സ്റ്റൈലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹൽവയും ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഇത് നമ്മുടെ സ്ട്രോബെറി ഹൽവ. അപ്പോൾ സ്ട്രോബെറി ഇപ്പോൾ ഇഷ്ടംപോലെ നാട്ടിൽ ഫ്രഷ് സ്ട്രോബെറീസ് കിട്ടുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ വാങ്ങാൻ കിട്ടും. അങ്ങനെ വാങ്ങി അതിൽ നിന്നും ഒരു സ്ട്രോബെറി പ്യൂറി ഉണ്ടാക്കി
അത് നാച്ചുറലായിട്ട് നമ്മൾ ആ സ്ട്രോബെറിയെ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ, ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സത്ത് കിട്ടും. അതങ്ങനെ ശരിക്കും അത് ഇങ്ങനെ എന്താ പറയുക, സ്ട്രോബെറി പേസ്റ്റോ അല്ലെങ്കിൽ സ്ട്രോബെറി പ്യൂറി ആയിട്ട് തന്നെ വരും. അതാണ് നമുക്ക് വേണ്ടത്. അത് വെച്ചിട്ടൊരു ഹൽവ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ട്രോബെറി ഹൽവ ചേരുവകൾ: സ്ട്രോബെറി പ്യൂറി 1 കപ്പ്, പഞ്ചസാര 1.5 കപ്പ്, കോൺഫ്ലവർ 1/2 കപ്പ്, വെള്ളം 2 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, നെയ്യ് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ, അണ്ടിപ്പരിപ്പ് 25 ഗ്രാം. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇത്രയും വരും, ഒരു 200 ഗ്രാംസോളം അതെടുക്കുക. കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തു. അപ്പോൾ നല്ല അതിൻ്റെ നാച്ചുറൽ കളറും നാച്ചുറൽ മണവുമാണ്. സ്ട്രോബെറിക്കൊരു മണമുണ്ടല്ലോ, ആഹാ. സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ എന്താ, നല്ല മണമാണ്. സ്ട്രോബെറി എസെൻസിൻ്റെ മണമാണ് ഫ്രഷ് സ്ട്രോബെറിക്ക്. അതിൻ്റെ മണവും കളറും, ഇതിലൊരു ആർട്ടിഫിഷ്യൽ കളറും ഇല്ല. അപ്പോൾ നമ്മുടെ ഹൽവയ്ക്ക് നല്ല പിങ്ക് സ്ട്രോബെറി കളറായിരിക്കും. അപ്പോൾ നമ്മൾ ഹൽവ തയ്യാറാക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എന്താണ്, സ്ട്രോബെറി പ്യൂറി റെഡിയാക്കി വെച്ചു. ഇനി വേണ്ടത് കോൺഫ്ലവറാണ്. കോൺഫ്ലവർ 1/2 കപ്പ് കോൺഫ്ലവർ എടുക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി എക്സ്ട്രാ ചേർക്കുക. അപ്പോൾ 1/2 കപ്പ് കോൺഫ്ലവർ പ്ലസ് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 2 കപ്പ് വെള്ളം. അപ്പോൾ അതിലേക്കിട്ട് യോജിപ്പിക്കും, നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്, നമ്മൾ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കും. അപ്പോൾ ഇത് 1/2 കപ്പ് കോൺഫ്ലവറും അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ എക്സ്ട്രാ കോൺഫ്ലവറും കൂടി ചേർത്ത് 2 കപ്പ് വെള്ളത്തിൽ കലക്കിയതാണ്. ഇനി നമ്മൾ പാത്രം അടുപ്പിലേക്ക് വയ്ക്കുന്നു. ഇതിനകത്തേക്ക് സ്ട്രോബെറി പ്യൂറി, അതിനൊക്കെ പഞ്ചസാര 1/2 കപ്പ് പഞ്ചസാര. ഇനി ഇത്ര മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ആയാലും മതി. സ്ട്രോബെറിക്ക് ചെറിയൊരു പുളിയും കൂടി ഉണ്ട്, അതുകൊണ്ടാണ് പഞ്ചസാരയുടെ അളവിച്ചിട്ട് ഞാൻ കൂട്ടിയത്. വേണം നിർബന്ധമില്ല, 1.25 ആയാലും മതി. 1 കപ്പ് മുതൽ 1.25 കപ്പ് ആയാലും മതി. ഇനി 2 കപ്പ് വെള്ളം. ആ വെള്ളത്തിൽ നമ്മൾ കോൺഫ്ലവർ കലക്കിയതാണ്. ഇനി നമ്മൾ കുറച്ചുകൂടെ തീ ഒരൽപ്പം ഇടത്തരം തീയിലേക്ക് മാറ്റുന്നു. എന്നിട്ട് കൈ എടുക്കാണ്ട് ഇളക്കണം. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് കുറുകി ടൈറ്റായിട്ട് വരും. കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്, അപ്പോൾ ആ പിങ്ക് കളറോട് കൂടി നമ്മളിതിങ്ങനെ ടൈറ്റാകും. ഇതൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ട് പെട്ടെന്ന് തന്നെ ഇത് ടൈറ്റായി തുടങ്ങും. വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം, അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് സ്ട്രോബെറിയുടെ കൂടെ ചേർന്ന് അതെല്ലാം കൂടി ഒരു പാകത്തിനാകും. പിന്നെ ഏതാണ്ട് ടൈറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യ് ധാരാളം മതിയാവും. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി. അപ്പോൾ നമ്മളൊരു ഹൽവ നാടൻ രീതിയിലല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഒരു ഏലക്കാപ്പൊടി തന്നെയാണ് അതിൻ്റെ ആണ്. ഇതൊരു വ്യത്യസ്തമായൊരു പരിഷ്കൃതമായൊരു വിഭവമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സ്ട്രോബെറി എസെൻസ് ആയാലും മതി. എന്തായാലും സ്ട്രോബെറിയുടെ ഒരു മണമൊക്കെ ഉണ്ട്, അതിന് എസെൻസിൻ്റെ പ്രത്യേകിച്ച് ആവശ്യമില്ല. എങ്കിലും ഇതിൻ്റെ നല്ല കോമ്പിനേഷൻ ഞാൻ നോക്കിയപ്പോൾ ഏലക്കാപ്പൊടി തന്നെയാണ്. അപ്പോൾ സ്ട്രോബെറി അരച്ചിട്ട് ഞാൻ അരിച്ചൊന്നും എടുത്തിട്ടില്ല, അത് അങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ചേർത്തിരിക്കാം. ഇപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ടൈറ്റായി തുടങ്ങി. ഇത് അധിക സമയമല്ല, 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഹൽവ തയ്യാറാക്കാം. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ ഇങ്ങനെ ടൈറ്റായി വരുന്നു. നമ്മൾ കുറച്ച് നെയ്യ് സ്റ്റാർട്ട് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ആദ്യം. ഒരു ഗ്ലാസ് ഫിനിഷായിട്ട് വരും ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇപ്പോൾ ചേർത്തത്. അങ്ങനെ 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പാകം എന്ന് പറഞ്ഞാൽ പാത്രത്തിൽ കിടന്ന് ഓടാൻ തുടങ്ങും. ദേ നോക്കൂ, ഓടി തുടങ്ങി. ഇനി ഇതിലേക്ക് ഏലക്കയുടെ മണം വേണ്ടേ, ഏലക്കാപ്പൊടി 1/4 ടീസ്പൂൺ ചേർക്കാം. ഇപ്പോഴാണ് ശരിക്കും ഒരു ഹൽവയുടെ മണം വന്ന് തുടങ്ങിയത്. നമ്മൾ ഈ ഏലക്കാപ്പൊടി പായസത്തിലിടുമ്പോഴും അതുപോലെയാണ്. ആ പായസത്തിൻ്റെ മണം എന്ന് പറയുന്ന ആ ഏലക്കയുടെ ഒരു മണമാണ്. അപ്പോൾ ഒരു പാത്രം ഇവിടെ റെഡിയാക്കി വെക്കണം. ഒരു പ്ലേറ്റോ ഒരു ട്രേയോ എന്തെങ്കിലും ഒരു കാര്യം നെയ്യ് തടവി ഇങ്ങനെ വയ്ക്കുക. ഞാനൊരു സ്റ്റീൽ പ്ലേറ്റാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അതിലേക്കാണ് നമ്മൾ ഹൽവ പാകമായി കഴിഞ്ഞാൽ അതിലേക്ക് മാറ്റണം. നമ്മൾ 3ാമത്തെ ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തു. അപ്പോൾ 3 ടേബിൾ സ്പൂൺ നെയ്യ് ടോട്ടൽ. ഞാൻ തവി ഒന്ന് മാറ്റി കുറച്ച് പരന്നൊരു തവിയാക്കി
ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ഓടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ സ്ട്രോബെറി ഹൽവ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി പാത്രത്തിൽ നിന്ന് വിട്ടുവരുന്നു. ഇനി പാത്രത്തിൽ നിന്ന് മാറ്റിയാൽ മാത്രം മതി. നമ്മുടെ നെയ്യ് എടുത്ത സ്പൂൺ കൊണ്ട് ഞാനൊന്ന് തടവി കൊടുക്കും. അപ്പോൾ നല്ല ലെവലായി ഒരു മിറർ ഫിനിഷ് വന്നില്ലേ. ഇനി ഇതിലെ മുകളിൽ അലങ്കാരമായിട്ട് അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ നിരത്തി കൊടുക്കും. അങ്ങനെ സ്ട്രോബെറി ഹൽവ റെഡി ആയി കഴിഞ്ഞു. ഇതൊന്ന് തണുക്കാനുള്ള സമയം മാത്രം മതി. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എന്തായാലും 15 മിനിറ്റ് സമയം മതി അടുപ്പിലേക്ക് കയറ്റി കഴിഞ്ഞാൽ. സ്ട്രോബെറി ഒന്ന് പ്യൂറി ചെയ്തെടുക്കുന്ന സമയമല്ലാണ്ട് എത്ര നിസ്സാരമായിട്ട് നമുക്കൊരു 20 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു ഹൽവയാണ്. പിന്നെ ഒരു കൂളിംഗ് ടൈം മാത്രമേ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് കട്ട് ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച 2 വിഭവങ്ങളും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ആദ്യം കാണിച്ചത് വളരെ നാടനായിട്ടുള്ള ഒരു വിഭവമായിരുന്നു, നമ്മളുടെ കോഴി തീയൽ. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കണം. രണ്ടാമത് കാണിച്ചതും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു സ്വീറ്റ് ഡിഷാണ് നമ്മളുടെ എന്ത് ഹൽവയായിരുന്നു, സ്ട്രോബെറി ഹൽവ. അപ്പോൾ തീർച്ചയായിട്ടും അതും പരീക്ഷിക്കുക. ഇവ 2 വിഭവങ്ങളും പരീക്ഷിക്കുക. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.